ഹായ്, അപ്പോൾ എൻ്റെ ഫസ്റ്റ് യൂട്യൂബ് വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. സോ അതുകൊണ്ട് തന്നെ ഒരുപാട് മിസ്റ്റേക്സ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങളത് കമൻറ്റിൽ പറയാം എന്ത് മിസ്റ്റേക്സ് നിങ്ങൾ ഫേസ് ചെയ്യുന്നത്. അത് നമ്മൾ കറക്റ്റ് ചെയ്യും അടുത്ത വീഡിയോയിൽ. ഇന്ന് നമ്മൾ മിന്നൽ വളരെ കോറിയോഗ്രഫിയാണ് പഠിപ്പിക്കാൻ പോകുന്നത്. അത് ഞാൻ ചെയ്ത കോറിയോഗ്രഫിയാണ്. ആൻഡ് ഇതാണ് എൻ്റെ റൈറ്റ്, ഇതാണ് എൻ്റെ ലെഫ്റ്റ്. ഓക്കെ, ഇത് വീഡിയോ മിറേർഡ് ആണ്. അതിൻ്റെ ആവശ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് പഠിച്ചെടുക്കുമ്പോൾ കൺഫ്യൂഷൻ ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാണ്ട് ഒരിക്കലും എനിക്ക് റൈറ്റോ ലെഫ്റ്റോ അറിയാത്തല്ല. നിങ്ങൾ ഒരിക്കലും ഞാൻ അത് കമൻറ്റ് ചെയ്യല്ലേ. ഓക്കെ, എന്തിനാണ് മിറർ ചെയ്യുന്നതെന്ന് ഞാൻ ഇപ്പോൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഒരു മിനിറ്റിൽ പറഞ്ഞുതരാം, ശ്രദ്ധിച്ചോ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇതാണ് എൻ്റെ റൈറ്റ്, ഇതാണ് എൻ്റെ ലെഫ്റ്റ്. ഞാൻ ഇപ്പോൾ ഇങ്ങനെ സ്റ്റെപ്പ് വെച്ചു. ഓക്കെ, ഇത് നിങ്ങൾ പഠിച്ചെടുക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ അവൻ്റെ റൈറ്റ് ലെഫ്റ്റ് കാല് റൈറ്റ് സൈഡിലോട്ട് പോകുന്നു. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ നോക്കി ഓക്കെ റൈറ്റ് ഇനി ലെഫ്റ്റ് അങ്ങനെയൊക്കെ കൺഫ്യൂസ് ആവും. അപ്പോൾ കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വീഡിയോ മിറർ ചെയ്യുന്നത്. മിറർ ചെയ്യുമ്പോൾ നിങ്ങൾ കണ്ണാടി നോക്കുമ്പോൾ നിങ്ങളുടെ റിഫ്ലക്ഷൻ എങ്ങനെ കാണുക, അതേപോലെ ഞാൻ ഇപ്പോൾ കണ്ണാടി നോക്കിയിട്ട് നിങ്ങൾ റൈറ്റ് കൈ പൊക്കി കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും കാണുക, അതേപോലെ ആയിരിക്കും ഈ വീഡിയോയിൽ നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റുക. സോ അതിന് വേണ്ടിയിട്ടാണ് വീഡിയോ മിറർ ചെയ്യുന്നത്. അപ്പോൾ അത് കൺഫ്യൂഷൻ ആവണ്ട. അപ്പോൾ സമയം കളയണ്ട, നേരെ കോറിയോയിലോട്ട് കിടക്കാം. കോറിയോ വളരെ ബേസിക് അല്ല, കംപ്ലീറ്റ്ലി അഡ്വാൻസ്ഡും അല്ല, ഇൻ്റർമീഡിയറ്റ്. നിങ്ങൾക്ക് ഈസി ആയിട്ട് പഠിച്ചെടുക്കാം. കോറിയോയിലോട്ട് കടക്കാം. ശ്രദ്ധിച്ചു. ആദ്യം നിങ്ങളുടെ ലെഫ്റ്റ് കൈ എടുത്തിട്ട് ലെഫ്റ്റ് ഫേസിൽ ഇങ്ങനെ വെക്കുക. ഒരിക്കലും ടച്ച് ചെയ്യരുത് ഈ രീതിയിൽ. അതേ ടൈമിൽ ലെഫ്റ്റ് കാലെടുത്ത് ഫ്രണ്ടിലോട്ട് വെക്കുക. 1. ഓക്കെ, ഒരിക്കലും ഞാൻ ഇങ്ങനെയല്ല വെച്ചത്, കുറച്ച് അടിയിലോട്ട് പോയി. റൈറ്റ്, 1. കാണാതെ വയ്യെന്ന, ഈ വയ്യെന്നക്ക് വയ്യ, ഇതാണ് സ്റ്റെപ്പ്. ലിറ്ററലി വയ്യ, രണ്ട് കൈയും വയ്യ. അതേ ടൈമിൽ റൈറ്റ് കാലെടുത്ത് റൈറ്റ് സൈഡിലോട്ട് വയ്യെന്ന. അടുത്ത് തോന്നലായിക്ക് രണ്ട് കൈയും ജസ്റ്റ് ഓപ്പൺ ചെയ്യുക. ഓക്കെ, ഇനി റൈറ്റ് കാലെടുത്തിട്ട് ലെഫ്റ്റ് സൈഡിലോട്ടും റൈറ്റ് കാലെടുത്തിട്ട് റൈറ്റ് സൈഡിലോട്ട് തന്നെ വീണ്ടും റൈറ്റ് കാലെടുത്തിട്ട് ലിഫ്റ്റ് ചെയ്യുക. എന്നിട്ട് രണ്ട് കൈയിലോട്ടൊന്ന് താത്തുക. കാണാതെ റൈറ്റ് കാല് റൈറ്റ് സൈഡിലോട്ട് വയ്യെന്ന ഓപ്പൺ ചെയ്തു. തോന്നലായി, കാണാതെ വയ്യെന്ന തോന്നലായി. അടുത്തത് കണ്ടിട്ടും പോരാതായി. ഓക്കെ, കണ്ടിട്ടും റൈറ്റ്. അപ്പോൾ റൈറ്റ് കാല് ഇങ്ങനെ വെക്കുമ്പോൾ റൈറ്റ് കാല് ഈ സൈഡിലാണ് വരണ്ടേ, ഇങ്ങനെ വെക്കുമ്പോൾ ലെഫ്റ്റ് കാല് ഈ സൈഡിലാണ് വരണ്ടേ. ഓക്കെ, അത് ടൈമിൽ കൈകൾ കൊണ്ട് ഇങ്ങനെ ചെയ്യാം. കണ്ടിട്ടും അപ്പോൾ ഫസ്റ്റ് കണ്ടിട്ടും അടിയിലാണ്. കണ്ടിട്ടും പോരാതായിക്ക് വളരെ സിമ്പിളാണ്. റൈറ്റ് കൈ എടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഇങ്ങനെ കാട്ടിയാൽ മതി. എന്നിട്ട് നമ്മൾ SRK ചെയ്യുന്ന സാധനം ലെഫ്റ്റ് കാലെടുത്തിട്ട് ഇങ്ങനെ വെക്കുക. റൈറ്റ്. ഓക്കെ, അപ്പോൾ കണ്ടിട്ടും പോരാതായി. അപ്പോൾ കണ്ടിട്ടും പോരാതായി. ജസ്റ്റ് റിവൈസ് ചെയ്യാം. കാണാതെ വയ്യെന്ന തോന്നലായി, കണ്ടിട്ടും പോരാതായി. അടുത്തത് ഓക്കെ, ഇനി തൊട്ടപ്പോൾ ആത്മാവിൽ തേൻ നിറഞ്ഞു. തൊടല് ജസ്റ്റ് ഇങ്ങനെ രണ്ട് കൈ ക്രോസിൽ വെക്കുക കേട്ടോ. തൊട്ടപ്പോൾ ആത്മാവിൻ ജസ്റ്റ് അപ്പർ ജസ്റ്റ് ഓപ്പൺ ചെയ്യുക. ആത്മാവിൻ. റൈറ്റ്. ഇനി അതിൻ്റെ ഒപ്പം കാലെങ്ങനെ വരുന്നു വെച്ച് കഴിഞ്ഞാൽ തൊട്ടപ്പോൾ എൻ്റെ റൈറ്റ് കാലെടുത്തിട്ട് ഞാൻ ലെഫ്റ്റ് സൈഡിലോട്ട് ബാക്കിലോട്ട് ലിഫ്റ്റ് ചെയ്തു. തൊട്ടപ്പോൾ ആത്മാവിൻ തേൻ. അതായത് ലെഫ്റ്റ് കൈ മേലെ റൈറ്റ് കൈ അടിയിൽ ഇങ്ങനെ ഈ ഫ്ലവർ ഇല്ലേ, എനിക്ക് തോന്നുന്നു ഇത് ഗേൾസിന് പഠിച്ചെടുക്കാൻ ഒന്നും കൂടി എളുപ്പമായിരിക്കും. ബോയ്സിന് ചിലപ്പോൾ ഇത് യൂഷ്വലി ഇത് ചെയ്ത് പ്രാക്ടീസ് ഇല്ലാത്തതുകൊണ്ട് അതിൻ്റെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. ഈസിയാണ്. അപ്പോൾ രണ്ട് ബ്രിസ്റ്റ് അടുപ്പിച്ച് വെച്ചിട്ട് ഈ സാധനം. ഓക്കെ, തൊട്ടപ്പോൾ ആത്മാവിൻ തേൻ. ആ തേനിന് രണ്ട് കാലും ജോയിൻ ചെയ്യാം. കൺഫ്യൂഷൻ ആവണ്ട, ഒന്നുകൂടെ ശ്രദ്ധിച്ചോ. കൈ ഇവിടെ വെച്ചു. റെഡി, 5 6 7 ഗോ. തൊട്ടപ്പോൾ ആത്മാവിൻ തേൻ. ആ തേനിനാണ് കാല് ജോയിൻ ചെയ്തത്. ആ സമയത്ത് കൈ തേൻ. ക്ലിയർ? എന്നിട്ട് കൈ ഇങ്ങനെ എൻഡ് ചെയ്യണം കേട്ടോ. തേൻ നിറഞ്ഞു. ഈ തേൻ നിറഞ്ഞു ഇത് ഞാൻ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തേന് ഇങ്ങനെ എടുത്ത് കഴിഞ്ഞാൽ ഇങ്ങനെയല്ലോ, അതിനെന്താ പറയുക, എൻ്റെ ടെൻഡറല്ല, അതിൻ്റെ ലിക്വിഡ് എന്തോ ഫിസിക്സിൽ എന്തോ ഇതിന് പറയും, അതെന്താ എനിക്കിപ്പോൾ ഓർമ്മയില്ല. എഞ്ചിനീയറിങ് വിട്ടിട്ട് കുറേ വർഷമായി. ഓക്കെ, അപ്പോൾ ഇത് ഇങ്ങനെ ആ പോകുന്ന ഒരു ഫോമിനെ ആണ് ഞാൻ ഇവിടെ റെപ്രസെൻറ്റ് ചെയ്തത്. 5 6 7 ഗോ. തൊട്ടപ്പോൾ ആത്മാവിൽ തേൻ നിറഞ്ഞു, പൂ പോലെ നീ വിരിഞ്ഞു. അതാണ് അടുത്തത്. ഓക്കെ, തേൻ നിറഞ്ഞു ഇവിടെ എത്തി. ഇനി ഇവിടുന്ന് ലെഫ്റ്റ് കൈ മേലെ റൈറ്റ് കൈ അടിയിൽ പൂ പോലെ, അതായത് ഇതിൻ്റെ വലിയ ഫോം എൽബോ വെച്ചിട്ട് ലെഫ്റ്റ് കൈ മേലെ റൈറ്റ് കൈ അടിയിൽ പൂ പോലെ നീ. റൈറ്റ്. ഓക്കെ, കാലുകൾ എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ലെഫ്റ്റ് കാല് ഹീലിൽ, റൈറ്റ് കാലും ഹീലിൽ. ഓക്കെ, ലെഫ്റ്റ് ഹീല് റൈറ്റ് ഹീല് ബാക്കിലോട്ട് 1 2. ഓക്കെ, അപ്പോൾ തേൻ കഴിഞ്ഞു. പൂ പോലെ
ആ പൂ പോലെ ഉള്ള ഭാഗത്തിനാണ് നമ്മുടെ കാലിൻ്റെയും കൈൻ്റെയും മൂവ്മെൻറ്റ് അപ്പോൾ കാണിച്ചു തന്നെ. പൂ പോലെ നീ. ഇപ്പം നമ്മൾ ഈ പൂ പോലെ കഴിയുമ്പോൾ നമ്മൾ കണ്ടോ ഈ സ്റ്റാൻഡ് നിൽക്കുന്ന പൊസിഷനിൽ കുറച്ച് അടിയിലേ ഉള്ളേ. പൂ പോലെ നീ വിരിഞ്ഞു, വിരിയൽ. ആ ഒരു വിരിയണ രീതിയാണ് ഇവിടെ ഇപ്പോൾ കാണിക്കുന്നത്. കാല് ജസ്റ്റ് ഓപ്പൺ ചെയ്യുക, ഹിപ്പ് പൊക്കുക, എന്നിട്ട് ഷോൾഡർ ഇങ്ങനെ എടുത്തിട്ട് പിന്നെ എൽബോ പിന്നെ കൈ. ലിറ്ററലി ഒരു കൈൻഡ് ഓഫ് വേവ് ആണ്, ഈ ഒരു വേവ് ആണ്. വേവിൻ്റെ ഞാൻ നേരെ വേറെ സെക്ഷൻ എടുത്തു തരാം കേട്ടോ. പൂ പോലെ ലെഫ്റ്റ് കാല് റൈറ്റ് കാല്, ലെഫ്റ്റ് കാല് ബാക്കിലോട്ട് എടുത്തു, റൈറ്റ് കാല് ബാക്കിലോട്ട് എടുത്തു. പൂ പോലെ നീ വിരിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഈ വിരിയൽ കഴിഞ്ഞിട്ട് ഇവിടുന്ന് കൈ ഓപ്പൺ ചെയ്ത് സൈഡിലോട്ട് എത്തും. എന്നിട്ട് ടി. നിങ്ങളിപ്പോൾ ആലോചിക്കുന്നുണ്ടോ ഞാൻ എന്താ പാട്ടിട്ടിട്ട് പ്രാക്ടീസ് ചെയ്യാതെ? പാട്ടിട്ടിട്ട് നമുക്ക് യൂട്യൂബിൽ ഇങ്ങനെ വീഡിയോ ചെയ്യാൻ കഴിയില്ല, കോപ്പിറൈറ്റ് കിട്ടും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നിങ്ങളിത് പഠിച്ചെടുക്കുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഭാഗം ചെയ്തു, അതായത് കാണാതെ വയ്യെന്ന തോന്നലായി. അത് നിങ്ങൾക്ക് ഈ ലിറിക്സിൻ്റെ കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം, വീഡിയോ ഒന്ന് പോസ് ചെയ്യുക, യൂട്യൂബിൽ നിന്ന് പാട്ട് പ്ലേ ചെയ്യുക, അതിൽ നിങ്ങൾക്ക് സ്പീഡ് കൺട്രോൾ ചെയ്യാം. സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ പ്ലേ ബാക്ക് സ്പീഡ് കൺട്രോൾ ചെയ്യാം. 0.75 ഇട്ടിട്ട് അന്ന് പാട്ടൊന്നുകൂടി സ്ലോ ആക്കാം. എന്നിട്ട് നിങ്ങൾ അതിൻ്റെ കൂടെ ചെയ്ത് നോക്കുക. തൊട്ടപ്പോൾ ആത്മാവിൽ തേൻ നിറഞ്ഞു എന്ന് ചെയ്ത് നോക്കുക. എന്നിട്ട് കിട്ടുകയാണെങ്കിൽ 1 ഇടുക, എന്നിട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഓക്കെയാണ്, ഇത് കിട്ടും. എന്നിട്ട് വീഡിയോ പിന്നെയും കണ്ടിന്യൂ ചെയ്യുക. അടുത്ത സ്റ്റെപ്പ് ഇവിടുന്ന് റൈറ്റ് കൈ കൊണ്ട് ഇങ്ങനെ ചെയ്യുക, റൈറ്റ് കൈ ഉള്ളിലോട്ട് എടുത്തിട്ട് ഓപ്പൺ ചെയ്യുക, ലെഫ്റ്റ് കൈ ഉള്ളിലോട്ട് എടുത്തിട്ട് ഓപ്പൺ ചെയ്യുക. ഈ റൈറ്റ് കൈ ഉള്ളിലോട്ട് എടുത്തിട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ലെഫ്റ്റ് കൈ ഡ്രോപ്പ് ചെയ്തോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വെക്കാം. ഇറ്റ്സ് അപ് ടു യു, നിങ്ങളുടെ സ്റ്റൈൽ അനുസരിച്ച് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാം. ഓക്കെ, അതിൻ്റെ കൂടെ തന്നെ റൈറ്റ് കൈയിന് ലെഫ്റ്റ് കാല്, ലെഫ്റ്റ് കൈയിന് റൈറ്റ് കാല്. ഓക്കെ, അപ്പോൾ അത് കൂടെ ഒന്ന് ഡൗൺ ആയിട്ട് ചെയ്യുക. ഇങ്ങനല്ല നമ്മളിത് ചെയ്യുന്നത്, മറ്റേ അരി വെതർന്നതല്ല. ഇത് ചെയ്യുമ്പോൾ ആ ഒരു സ്റ്റൈൽ ചെയ്യുക, ലോ കുറച്ച് അടിയിലോട്ട് പോയിട്ട് ചെയ്യുക. റെഡി? ഓക്കെ, റെഡി? 5, 6, 7 ഗോ. ഉള്ളിലൊളിച്ചൊരു മോഹമല്ല. മോഹമല്ലാത്തിന് ലെഫ്റ്റ് കൈ എടുത്തിട്ട് ചെസ്റ്റിൽ വെക്കുക, അപ്പർ ചെസ്റ്റിൽ വെക്കുക, ലെഫ്റ്റ് കാലെടുത്തിട്ട് സൈഡിലോട്ട് വെക്കുക. മോഹമല്ല. ഓക്കെ, ആ മോഹമല്ലാത്തിന് ആ ഒരു ഹെഡിന് ടേൺ കൊടുത്തിട്ട് കാലിങ്ങനെ ജോയിൻ ചെയ്യുക. വാച്ച്. റെഡി? 5, 6, 7 ഗോ. ഉള്ളിലൊളിച്ചൊരു മോഹമെല്ലാം. ക്ലിയർ? ഇനി ഇവിടുന്ന് കണ്ടോ, എൻ്റെ ലെഫ്റ്റ് കൈ ഓൾറെഡി എൻ്റെ ചെസ്റ്റിലുള്ള. ഇവിടുന്ന് ഒരു വേവ് ചെയ്യണം. കള്ളത്തരങ്ങളായി തുള്ളികളായി. ക്ലിയർ? അതാണ് അടുത്തത്. കാലിൻ്റെ മൂവ്മെൻറ്റ് എങ്ങനെ? കാലിൻ്റെ മൂവ്മെൻറ്റ് ഫസ്റ്റ് പറഞ്ഞുതരാം. റൈറ്റ് കാലെടുത്തിട്ട് ലെഫ്റ്റ് സൈഡിലോട്ട് 1. ഓക്കെ, ഇനി ലെഫ്റ്റ് കാലെടുത്തിട്ട് ബാക്കിലോട്ട് എടുക്കുക 2. റൈറ്റ് കാലെടുത്തിട്ട് ഫ്രണ്ടിലോട്ട് എടുക്കുക 3. ഈ ഫ്രണ്ടിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് ഞാൻ ഇങ്ങനെയല്ല, ഇങ്ങനെയാണ്. ഓക്കെ, ഒന്നുകൂടെ. റെഡി? 5, 6, 7 ഗോ. കള്ളത്തരങ്ങളാൽ. ഒന്നുകൂടെ കൗണ്ട് വെച്ചിട്ട് സ്റ്റെപ്പ് പറഞ്ഞുതരാം. 1, 2, 3. ക്ലിയർ? അപ്പോൾ നമ്മൾ ഓൾറെഡി ഇവിടെ ഉള്ളേ. ഇവിടുന്ന് റെഡി? 5, 6, 7 ഗോ. കള്ളത്തരങ്ങളാൽ. പിന്നെ ഇവിടുന്ന് തുള്ളികളായി. അതാണ് കാലിൻ്റെ മൂവ്മെൻറ്റ്. ഇനി കൈയിൻ്റെ മൂവ്മെൻറ്റ് എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് വേവ് ചെയ്യണം. ഈ വീഡിയോ കാണുന്ന എത്ര പേർക്ക് ഹാൻഡ് വേവ് അറിയുന്നോ എനിക്കറിയില്ല. അപ്പോൾ ഹാൻഡ് വേവ് ഞാൻ വേറെ സെക്ഷൻ എടുത്തു തരാം എന്തായാലും. ഇപ്പോൾ ജസ്റ്റ് പഠിച്ചു വെച്ചോ. ഫിംഗറിൻ്റെ ഫ്രണ്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്, പിന്നെ ഫിംഗർ കഴിഞ്ഞ് കഴിഞ്ഞാൽ റിസ്റ്റ്, പിന്നെ എൽബോ, പിന്നെ ഷോൾഡർ, അങ്ങനെയാണ് ഫുൾ വേവ് വരിക. ഇവിടെ നമുക്ക് കൈൻ്റെ എത്ര മതി. ഓക്കെ, അപ്പോൾ ഈ വേവ് ഇങ്ങനെ ചെയ്യാം, ഇത് പ്രാക്ടീസ് ചെയ്യാം. മുന്നിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഫിനിഷ് ചെയ്യുന്നത് ഈ ഭാഗത്തും. അതിന് കൂടെ തന്നെ റൈറ്റ് കൈ അതിലൂടെ ജസ്റ്റ് ഇങ്ങനെ പാസ് ചെയ്യുക. ഓക്കെ, ഇങ്ങനെ ടച്ച് ചെയ്ത് ചെയ്യണമെന്നല്ല ഞാൻ പറയുന്നത്. ഇങ്ങനെ ഉള്ളിലൊളിച്ചൊരു കള്ളത്തരങ്ങൾ. അപ്പോൾ കണ്ടോ, കൈ തൊടുന്നില്ല, ജസ്റ്റ് അതിൻ്റെ മേൽക്കൂടി ഇങ്ങനെ. അപ്പോൾ കള്ളത്തരങ്ങളായി തുള്ളികളായി. ആ തുള്ളികളിന് എൻ്റെ ഫുൾ ബോഡി ബൗൺസ് ചെയ്യുന്നുണ്ട്. സോ ഒന്നുകൂടെ എൻ്റെ കൂടെ ചെയ്ത് നോക്കാം. ഇവിടുന്ന് ചെയ്ത് നോക്കാം. റെഡി? 5, 6, 7 ഗോ. റെഡി? 5, 6, 7 ഗോ. ഉള്ളിലൊളിച്ചൊരു മോഹമെല്ലാം. ഇനി ലെഫ്റ്റ് കൈ, റൈറ്റ് കൈ ഇവിടെ. റെഡി? 5, 6, 7 ഗോ. കള്ളത്തരങ്ങള തുള്ളികളായി. റൈറ്റ്? ഓക്കെ, പിന്നെ ഇവിടുന്ന് ഞാൻ ചെയ്തത് കണ്ടോ, ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ബോഡി ഫുൾ ബൗൺസ് ചെയ്യുക. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ തുള്ളിൻ്റെ എഫക്റ്റ് കിട്ടില്ല. തുള്ളിൻ്റെ ഇമ്പാക്റ്റ് കിട്ടണമെങ്കിൽ, അതായത് ആ ഡ്രോപ്സിൻ്റെ ഇമ്പാക്റ്റ് കിട്ടണമെങ്കിൽ നിങ്ങളുടെ ബോഡി ബൗൺസ് ചെയ്യണം. ബൗൺസ് ചെയ്യുക. ഓക്കെ, ബൗൺസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പ് ആൻഡ് ഡൗൺ മോഷൻ. ഓക്കെ, ഇതാണ് ബൗൺസിങ്. ക്ലിയർ? അതായത് ഒരു പന്ത് ഇട്ട് കഴിഞ്ഞാൽ പന്ത് ഇങ്ങനെ കഴിഞ്ഞ് പോകില്ലേ, ആ സംഭവമാണ്. അതാണ് ബൗൺസ്. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് കള്ളത്തരങ്ങളായി തുള്ളികളായി ഫുൾ ബോഡി ബൗൺസ് ചെയ്യുക. കണ്ട നേരത്തിന് ഞാൻ ഈ ഒരു നമ്മുടെ പിരികം കൊണ്ട് ഇങ്ങനെ ഒരു സംഭവം ചെയ്തിരുന്നു. അതറിയുന്നവർ അത് ചെയ്യുക, അല്ലെങ്കിൽ ജസ്റ്റ് കള്ളത്തരങ്ങളായി തുള്ളികളായി കണ്ട നേരം ജസ്റ്റ് സ്മൈൽ ചെയ്തിട്ട് ഫേസ് കൊണ്ട് ചെയ്യുക. കണ്ട നേരം. ഇനി അടുത്തത് ഉള്ളിലൊളിച്ചൊരു മോഹമെല്ലാം
കള്ളത്തേരങ്ങളായി തുള്ളികളായി. ആ ഒരു പോർഷനാണ്, ശ്രദ്ധിച്ചോ. അപ്പോൾ വീഡിയോ 2 പാർട്ടാണ്. ഇപ്പോൾ കണ്ട നേരം വരെ ഉള്ളതാണ് ഞാൻ ഇപ്പോൾ ഇതിൽ ചെയ്തിരിക്കുന്നത്, വീഡിയോയുടെ ഡ്യൂറേഷൻ കാരണം. സെക്കൻഡ് പാർട്ട് അടുത്ത ദിവസം തന്നെ ഇട്ടും അതിൽ ബാക്കി ഭാഗങ്ങളും ചെയ്യും. ഓക്കെ, ഇനി നമുക്ക് ഫുൾ ഓവറോൾ ഒന്ന് റിവൈസ് ചെയ്ത് നോക്കാം. എനിക്ക് ഇത് ഇനി എഡിറ്റ് ചെയ്ത് വരുമ്പോൾ ഇത് എങ്ങനെ ആവുക, ഇത് നിങ്ങൾക്കിത് ഞാൻ പഠിപ്പിച്ച് തരുന്ന പോലെ തന്നെ മനസ്സിലാവുന്നുണ്ടോ എന്നൊക്കെ എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ട്. നിങ്ങൾ അതിൻ്റെ ഒരു ടെൻഷനും വേണ്ട. അടുത്ത വീഡിയോസിലൊക്കെ ഞാൻ അതിലും അടുത്ത വീഡിയോസിലേക്ക് ഞാൻ ഒന്നുകൂടി ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് വേറെ രീതിയിൽ കംപ്ലീറ്റ് ആയിട്ട് പറഞ്ഞുതരാം. ഇപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇങ്ങനെ റഷ് ആയിട്ട് എടുക്കുന്നതാണ്, ഫസ്റ്റ് ടൈം എടുക്കുന്നതാണ്, അതിൻ്റേതായിട്ടുള്ള ഡ്രോബാക്സ് ഉണ്ടാവും. അപ്പോൾ അത് ഞാൻ അടുത്ത വീഡിയോയിൽ കറക്റ്റ് ചെയ്യാം. നമുക്കൊന്നുകൂടി ആദ്യം മുതൽ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാം. ഓക്കെ, റെഡി, 5, 6, 7 ഗോ. കാണാതെ വയ്യെന്ന തോന്നലായി, കണ്ടിട്ടും പോരാതായി, കൈയോടെ വെച്ചിട്ട് തൊട്ടപ്പോൾ ആത്മാവിൽ ഈ പോപ്പ് വരണം കേട്ടോ. ആത്മാവിൽ തേൻ നിറഞ്ഞു, പൂ പോലെ നീ വിരിഞ്ഞു, ഉള്ളിലൊളിച്ചൊരു മോഹമെല്ലാം കള്ളത്തരങ്ങളായി തുള്ളികളായി, കണ്ട നേരം കൊണ്ടലായി. അടുത്ത ക്ലാസ്സിൽ.